നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ആഗോള ടെക് ലോകത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃ കമ്പനിയായ മെറ്റയിൽ വീണ്ടും വൻതോതിലുള്ള പിരിച്ചുവിടൽ നടക്കാൻ പോകുന്നു. ഏകദേശം 8000 ജീവനക്കാരെയാണ് ഈ മാസം കമ്പനി പുറത്താക്കുന്നത്. എന്തുകൊണ്ടാണ് മെറ്റ ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്? പിരിച്ചുവിടുന്നവർക്ക് കമ്പനി നൽകുന്ന ആനുകൂല്യങ്ങൾ അഥവാ സെവറൻസ് പാക്കേജ് എന്തൊക്കെയാണ്? മാർക്ക് സുക്കർബർഗിന്റെ പുതിയ നയങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. മെയ് 20-നാണ് മെറ്റയിൽ ഈ പിരിച്ചുവിടൽ നടപ്പിലാക്കുന്നത്. കമ്പനിയുടെ ആകെ ജീവനക്കാരുടെ 10%യാണ് ഇപ്പോൾ പിരിച്ചുവിടുന്നത്. കമ്പനിയുടെ ചീഫ് പീപ്പിൾ ഓഫീസർ ജനൽ ഗയൽ അയച്ച മെമ്മോയിലൂടെയാണ് ഈ വിവരം പുറത്തു വന്നത്. വാർത്തകൾ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ തന്നെ ഇത് സ്ഥിരീകരിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലെ കാരണം? കമ്പനിയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മറ്റ് പ്രധാന മേഖലകളിൽ നിക്ഷേപം നടത്തുന്നതിനുമുള്ള ഒരു തന്ത്രപ്രധാനമായ നീക്കമാണിത് എന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് AI മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾക്കാണ് മെറ്റ ലക്ഷ്യമിടുന്നത്. AI സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് വളരെ വേഗതയിലാണെന്നും മുൻപ് ഡസൻ കണക്കിന് എഞ്ചിനീയർമാർ മാസങ്ങളെടുത്ത് ചെയ്തിരുന്ന ജോലികൾ ഇപ്പോൾ ചെറിയ ടീമുകൾ ആഴ്ചകൾക്കുള്ളിൽ തീർക്കാൻ കഴിയുന്നുണ്ടെന്നും സുക്കർബർഗ് ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ വലിയ ടീമുകളുടെ ആവശ്യമില്ലെന്ന കണ്ടെത്തലിലാണ് കമ്പനി ഈ തീരുമാനമെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ. തന്റെ ജീവനക്കാരെ വെറും കൈയോടെയല്ല മെറ്റ പടിയിറക്കി വിടുന്നത്. പുറത്താക്കപ്പെട്ടവർക്കായി കമ്പനി സെവറൻസ് പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയിലെ ജീവനക്കാർക്ക് ലഭിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് അടിസ്ഥാന ശമ്പളമാണ്. ഏകദേശം 4 മാസത്തെ അടിസ്ഥാന ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. അടുത്തത് സർവീസ് വെയിറ്റേജ് ആണ്. കമ്പനിയിൽ ജോലി ചെയ്ത ഓരോ വർഷത്തിനും അധികമായി 2 ആഴ്ച ശമ്പളം കൂടി ലഭിക്കും. അടുത്തത് ആരോഗ്യ ഇൻഷുറൻസ് ആണ്. ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും 18 മാസത്തേക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കമ്പനി തന്നെ നൽകും. അടുത്തത് കരിയർ സപ്പോർട്ടാണ്. പുതിയ ജോലി കണ്ടെത്തുന്നതിനായുള്ള കരിയർ സർവീസുകളും വിസ പ്രശ്നമുള്ളവർക്ക് ഇമിഗ്രേഷൻ പിന്തുണയും നൽകുന്നു. അമേരിക്കയ്ക്ക് പുറത്തുള്ള ജീവനക്കാർക്ക് സമാനമായ പാക്കേജുകൾ ലഭിക്കുമെങ്കിലും ഓരോ രാജ്യത്തെയും നിയമങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. AI മനുഷ്യരെ മാറ്റി സ്ഥാപിക്കില്ലെന്ന് മാർക്ക് സുക്കർബർഗ് പറയുന്നുണ്ടെങ്കിലും ടെക് ലോകത്തെ തൊഴിൽ രീതിയിൽ വലിയ മാറ്റങ്ങളാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. കമ്പനികളെ കൂടുതൽ ലാഭകരമാക്കുന്നതിനും സാങ്കേതികമായി മുൻപന്തിയിൽ എത്തിക്കുന്നതിനുമായി മെറ്റ നടത്തുന്ന ഈ മാറ്റങ്ങൾ IT മേഖലയിലെ മറ്റ് കമ്പനികളെയും ബാധിച്ചേക്കാം. മെറ്റയിൽ മാത്രമല്ല ഈ പിരിച്ചുവിടൽ നടക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിന് മുകളിലായി US-ലെ പല വമ്പൻ കമ്പനികളും അവരുടെ ജീവനക്കാരെ കുറയ്ക്കുന്നുണ്ട്. പലർക്കും പ്രതീക്ഷിക്കാതെ മെയിലുകൾ ലഭിക്കുന്നുണ്ട്. AI-യുടെ വരവ് തന്നെയാണ് പലരുടെയും ജോലിയെ പ്രതികൂലമായി ബാധിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ചില US കമ്പനികളിൽ വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ മാറ്റി കുറഞ്ഞ ശമ്പളത്തിന് പുതിയ ആളുകളെ നിയമിക്കുന്നതും നടക്കുന്നുണ്ട്. മെയ് 20-ന് മെറ്റയിൽ ജോലി നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് അവരുടെ പേഴ്സണൽ ഇമെയിലിലും വർക്ക് മെയിലിലും ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കും. IT മേഖലയിൽ ജോലി ചെയ്യുന്നവരും ജോലി ആഗ്രഹിക്കുന്നവരും വരാനിരിക്കുന്ന ഇത്തരം മാറ്റങ്ങളെ മുൻകൂട്ടി കാണേണ്ടതുണ്ട്.